शिव शम्भो स्वयम्भो ക്ഷേത്രം വന്നു കഴിഞ്ഞാൽ വലിയൊരു ക്ഷേത്രം തന്നെയായിരിക്കും കേട്ടോ. ഒരു കാട് പ്രദേശത്ത് ഇത്രയും വലിയൊരു ക്ഷേത്രം. ഇവിടെ നമുക്ക് നാഗസാമീപ്യം കൂടി അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. വാസുകി ഭഗവാന്റെ അനുഗ്രഹം, അഷ്ടനാഗങ്ങളെ സാമീപ്യമാണെന്ന് നമുക്ക് അനുഭവപ്പെടും. നമുക്ക് വനശാസ്താവിനെയും കാണാം കേട്ടോ. ഓക്കെ, ഭഗവാൻ ഇരുന്ന ഇരുത്തം കണ്ടങ്ങൾ വേറെ ലെവലാണ്. എനിക്ക് വയ്യ. കണ്ട ചുറ്റും കാടും വള്ളികളും കേട്ടോ. നോക്കട്ടെ, വള്ളികളുണ്ട് നിങ്ങൾ ഭയം തോന്നില്ലേ? വള്ളിക്കെട്ടിൻ്റെ ഉള്ളിലാണ് സാക്ഷാൽ ആദിയോഗി വസിക്കുന്നത്. നോക്കിയേ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഹര ഹര മഹാദേവ്, ഓം നമ ശിവായ, ശിവോഹം. ഭഗവാനിപ്പം മഴയും വെയിലും കൊള്ളുന്ന വിത്തിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഈ ക്ഷേത്രമായിട്ടൊന്ന് ബന്ധപ്പെടുക. നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കും. അതീവ പോസിറ്റീവ് എനർജിയുള്ള ഒരു ശിവലിംഗമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. കാലം നിർണ്ണയിക്കാൻ നമുക്ക് സാധ്യമല്ല. പക്ഷെ അത് എന്തുകൊണ്ടാണ് വഴിക്കായി പോയെന്ന് എനിക്കറിയില്ല. സാമ്പത്തികം കൊണ്ടോ ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ എന്ന് ഇതിൻ്റെ അധികാരികളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അവൻ ക്ഷണിച്ചു. ഞാൻ നമ്മോട് ഭഗവാൻ പറഞ്ഞു, ഇവിടെ മലയാളിയല്ല പൂജ ചെയ്യുന്നത് കേട്ടോ, ഹിന്ദിക്കാരനങ്ങട്ടാന്ന്. എന്താ വെച്ച് കഴിഞ്ഞാൽ തമാശ പറഞ്ഞല്ല, എനിക്ക് ഇവിടെ നിന്ന് തോന്നിയിട്ടുള്ള ഒരു അനുഭവം പറഞ്ഞ്. ഇനിയിപ്പോൾ ഇതിൻ്റെ അധികാരിയോട് ചോദിച്ചു കുട്ടി വന്ന് പറയുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. എനിക്കങ്ങനെ ഫീൽ ചെയ്തത് കേട്ടോ. അതല്ല, അതിൻ്റേതായ ചിട്ടപ്രകാരം ആചാരപ്രകാരം അതിനെ വിശ്വസിച്ച് നടക്കുന്ന നോർത്ത് ഇന്ത്യയിൽ അവർക്ക് എന്ന് വെച്ചാൽ വിഗ്രഹത്തിൽ പോയി തൊടുക പിടിക്കുക അതൊന്നും പ്രശ്നമല്ല അവർക്ക്. പക്ഷേ ഈടെ അങ്ങനെയല്ല. ഈടെ എന്ന് വെച്ചാൽ തൊട്ടാലും പിടിച്ചാലും ഒരു കുഴപ്പമില്ല. അങ്ങനെയല്ല ഈടെ ഉള്ളതെന്ന്. ഈടെ എന്ന് വെച്ചാൽ അതിൻ്റെ ചിട്ടയിലും വൃത്തിയിലുമാണ് നമ്മുടെ കേരളത്തിലൊക്കെ. കേരളത്തിലെ ആചാരം ഒരു ഇന്ത്യക്കാരെ കയ്യിൽ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് ശരിയാവോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കച്ചവടം മനോഭാവം അയക്കുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. നോക്കാം നമുക്ക്. ഇപ്പം നമ്മളെല്ലാ മേഖലയിലെത്തി. ഇപ്പോൾ ഇതാ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് വരെ ബംഗാളികൾ വരെ ആയി. ഓ മൈ ഗോഡ്. അതിലൊന്നൊരു കുഴപ്പമോ കുറ്റമൊന്നും ഞാൻ കണ്ടുപിടിക്കുന്നത് പറയുന്നൊന്നുമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാര്യം തന്നെ. നമ്മൾ മലയാളികൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം പലതും അവരിൽ നിന്ന് നമ്മൾ പലതും പഠിക്കാനുണ്ട്. വല്ലാതെ പോസിറ്റീവാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കാട്ടിൻ്റെ ഉള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കട്ടെ, ഒരു മനുഷ്യക്കുഞ്ഞു പോലുമില്ല. ക്ഷേത്രത്തിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. അത്രയും ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഒരു ക്ഷേത്രത്തിൻ്റെ പോക്ക്. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ബി ഗ്രേഡിലാണോ സി ഗ്രേഡിലാണോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ക്ഷേത്രം അത് നമ്മൾ വിശ്വാസികൾക്കുള്ളതാണ്, വിശ്വാസമില്ലാത്തവർക്ക് ഉള്ളതല്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസികളുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്ഷേത്രം ഈ അവസ്ഥയിൽ ഇങ്ങനെ എത്തിക്കില്ല. നിങ്ങളത് വേഗം തന്നെ നിങ്ങൾക്ക് ക്ഷേത്ര അധികാരികളെയും കണ്ട് നിങ്ങൾ ദേശവാസികളും എല്ലാവരും കൂടി ചേർന്നിട്ട് പണി പൂർത്തിച്ച് ഭഗവാനിയുടെ ഇരുത്തേണ്ട അത്യാവശ്യമാണ് കേട്ടോ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ദേശത്ത് ഇത്രയും ചൈതന്യമുള്ളൊരു വിഗ്രഹം ഞാനിവിടെ കണ്ടിട്ട് എനിക്ക് തന്നെ അതൊരു അതിശയം തോന്നുന്നു. അയ്യോ, മനുഷ്യന്മാർ ഇത്രയേ ഉള്ളൂ എന്ന് തോന്നിച്ചു പോയിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഒരിക്കലും ആക്കരുത്. നിങ്ങൾക്കൊണ്ട് പറ്റുന്നത് നിങ്ങളിവിടെ ചെയ്യാം.
കേട്ടോ. ഇത് നോക്കട്ടെ, ചുറ്റും കാട് പിടിച്ച സ്ഥലത്താണ്. വാഹനം ക്ഷേത്രത്തിൻ്റെ മുറ്റത്തോളം വരും. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ക്ഷേത്ര അധികാരികളെ നമ്പർ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ നോക്കട്ടെ. ഉൾപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും നമ്മളാരും ക്ഷണിച്ചിട്ട് വന്നതല്ല, മഹാദേവൻ ക്ഷണിച്ചിട്ട് മാത്രം വന്നതാണ് കേട്ടോ. ക്ഷേത്ര അധികാരികളോ ആരും ക്ഷണിച്ചിട്ടൊന്നും വന്നതൊന്നുമല്ല. എൻ്റെ സ്വന്തം നമുക്കിവിടെ നിന്നപ്പം ഭഗവാന് എന്തോ ചെയ്തു കൊടുക്കണമെന്ന് നമ്മളെ ഒരു ഉൾവിളി പോലെ ഉണ്ടായതുകൊണ്ട് മാത്രം ഞാൻ വന്നതാണ് കേട്ടോ. ആരോടും വരക്കാണ്ട് യാത്ര ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓരോ ക്ഷേത്രക്കാരും സഹായിച്ചിട്ട് യാത്ര ചെയ്തുകൊണ്ട് നമസ്തേ. എന്താ പേര്? മനോജ്. മനോജ്. പിന്നെ മനോജ് ചേട്ടാ, ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? ഇത് മലപ്പട്ടം. അത് എങ്ങനെ എവിടെയാണ് വരും? തളിപ്പറമ്പ് താലൂക്കിലാണോ? അതെ, തളിപ്പറമ്പ് താലൂക്കിലാണ് ഇത് വരുന്നത് അല്ലേ? ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ പേരെന്താ? മലപ്പട്ടം ശ്രീ ഭഗവതി ക്ഷേത്രം. ഭഗവതി ക്ഷേത്രം. പിന്നെ ഇവിടെ മറ്റ് മഹാദേവനും കൂടി ഉണ്ട് അല്ലേ? അതെവിടെയാണ് വരുന്നത്? ഈ ക്ഷേത്രത്തിന്റെ പിന്നെ വലതു ഭാഗത്തായിട്ടെന്ന് വെച്ചാൽ പിന്നെ അഗ്നികോണിൽ അല്ലേ? അഗ്നികോണിലാണ് ഭഗവാൻ ഇരിക്കുന്നത്, അതായത് തെക്ക് വശം അല്ലേ? അപ്പോൾ പിന്നെ ഇത് എങ്ങനെയാണ് ഈ ദേശത്തേക്ക് വരിക? എവിടുന്ന്? തളിപ്പറമ്പ് പിന്നെ മയിൽ വന്നിട്ട് മയിൽ ശ്രീകണ്ഠ റോഡ് ടച്ച് ചെയ്തിട്ട് അവിടുന്ന് വലത്തോട്ടേക്ക് തെറ്റി റോഡുണ്ട്. മലപ്പട്ടം ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ബോർഡുണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇപ്പം പിന്നെ തളിപ്പറമ്പ് ചോദിച്ചാൽ ഈ ക്ഷേത്രം അറിയാൻ പറ്റുമോ? അറിയായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ക്ഷേത്ര കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ റൂട്ട് ക്ലിയറൊക്കെ പറഞ്ഞു കൊടുക്കുമല്ലോ. ഒന്ന് നമ്പർ പറയാൻ പറ്റുമോ? വിഷമമില്ലെങ്കിൽ. അതെ, അഥവാ ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, വഴി വരേണ്ട സംശയങ്ങളുണ്ടെങ്കിൽ, ഇപ്പം ഒരു വാഹനം നിറയെ വരുന്ന കൂട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സ്വതവേ എല്ലാവരും അങ്ങനെ പോക്കുണ്ട്. നാലമ്പല വർഷത്തിൽ നിങ്ങൾ ഇടുന്ന് പോകുന്നില്ലേ? അതുപോലെ വരുന്ന കൂട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണേണ്ട സൂപ്പർ പവറുള്ള ക്ഷേത്രം അത്. അതീവ പോസിറ്റീവ് എനർജിയിലെ ക്ഷേത്രമാണ്. ആ ഈ ക്ഷേത്രത്തിൽ നിങ്ങൾ എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലുള്ള ക്ഷേത്രങ്ങളിലാണ് നിങ്ങൾ വരേണ്ടത്, നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്യേണ്ടതും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ ക്ഷേത്രത്തിലേക്ക് വരാനുള്ള പിന്നെ ക്ഷേത്രത്തിൻ്റെ പിന്നെ എന്താ ജോലി ചെയ്യുന്നത് ഇവിടെ? ക്ഷേത്രത്തിൽ എന്താ ബന്ധമുള്ള? ഞാൻ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി ബോർഡ് മെമ്പറാണ് ഇദ്ദേഹം. ഇത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് വെച്ചാൽ പിന്നെ നമ്പർ ഒന്ന് പറഞ്ഞു. 95 44 26 40 02. ഇതാണ് നമ്പർ അല്ലേ? ഇപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൽ വിളിച്ച് പറഞ്ഞാൽ മതി. ഇനി അഥവാ നിങ്ങൾക്ക് വഴിപാടോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യാനോ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ അതിനുള്ള വഴി അദ്ദേഹം ഒരുക്കി തരും അല്ലേ? അത് പിന്നെ അത് മാത്രമല്ല, രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം തിരക്കിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കൽ വിളിച്ച് കിട്ടിയില്ല വെച്ചിട്ട് വേറെയും കൂടി തന്നേക്കും. എങ്കിലെന്തിന്നോ പറയുന്നത് എന്നൊരു ശങ്കയുണ്ടാവീരതെന്നതിന്നോ ചൊല്ലിടുവാൻ ജീവിപ്പവർക്കഭയ അഭയത്തെ കൊടുപ്പാരും ദേവനവൻ കരുണാകരൻ ദേവതൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ. ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ. മരത്തിൻ്റെ ഒക്കെ പണി കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അത്ര കാലപ്പഴക്കമില്ല. കാരണം നോക്കേട്ടെ,
ഈ കാലപ്പഴക്കം പറയാൻ പോലും സാധ്യമല്ലെന്ന സാക്ഷാൽ ദുർഗാദേവിയാണ് ഉള്ളിലിരിക്കുന്നു. ഇപ്പം അമ്മ ഇവിടെ കാടെല്ലാം പാക്കിയിട്ട് അന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ളത്. നോക്കട്ടെ, ചുറ്റും കാടെല്ലാം പാക്കിയിട്ടാണ്, കണ്ടില്ലേ? പുല്ലെല്ലാം ചെത്തി ക്ലിയർ ആക്കിയിട്ട് അമ്മ മുൻകൂട്ടി നിശ്ചയിച്ചിട്ട് കൂട്ടിക്കൊണ്ടുവന്ന പോലെ തന്നെയാണ് ഉള്ളത്. ഈ വാതിലെല്ലാം തച്ചു പൊളിച്ചാഞ്ഞതോ, ഈ വാതിലും തച്ചു പൊളിച്ചാഞ്ഞതോ പണ്ട്. പിന്നീട് ഇത് നിങ്ങളെ പൂർവികം, അതെ, ഇപ്പം പുതിയ ആക്കി